പുതുവർഷമായി ഹായ് പുതുശോഭയെത്തി പാവനാത്മാവിനോടൊപ്പം പുതുതായി തുടങ്ങിടാം സർവം. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സ്വന്തം കൂടപ്പുറപ്പുകളായ നിങ്ങൾക്കെല്ലാവർക്കും അർത്ഥവത്തായ അനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ വർഷം ആമേൻ വഴിത്താരയിൽ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ 1, 2, 3 തവണ കേട്ട ഒരു വചനമുണ്ട്. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിവസം നമുക്കെല്ലാം ആ വചനം പഠിക്കാം. ജോബിൻ്റെ പുസ്തകം 14:7. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, വെട്ടിയാലും അത് കിളിർക്കും, അതിന് പുതിയ ശാഖകൾ വരാതിരിക്കുകയില്ല. ആരെങ്കിലും വന്ന് വെട്ടട്ടെ, വീഴാം, കരിയാമെന്നൊരിക്കലും ഒരു വൃക്ഷം കൊതിക്കുന്നില്ല. ആരുടെയും വെട്ടേറ്റ് വീഴാൻ വേണ്ടി അത് കാത്തിരിക്കുന്നില്ല. എത്ര വെട്ടിയാലും പുതിയ ശാഖകൾ ഇങ്ങനെ ഈ മഞ്ചാടിക്കുരു ചിതറുന്നത് പോലെ അതിൻ്റെ തായ്തണ്ടിൽ നിന്ന് പൊട്ടി വിടരാനുള്ള ആത്മശക്തിയുടെ നിറവാ ഒരു വൃക്ഷം. അതിനെ തലങ്ങും വിലങ്ങും വെട്ടി നശിപ്പിച്ചാലും വീണ്ടും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകും. ഒരുപക്ഷെ ബൈബിളിൽ ഏറ്റവും തീവ്രമായ ഒരു വചനമായത് ജോബ് 14:7. എൻ്റെ സ്വന്തപ്പെട്ടവരെ, നിങ്ങൾ കയ്യിൽ അത് എഴുതി വെച്ച് നെഞ്ചത്തത് പറ്റിച്ചു വെക്കണം. വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ട്, വെട്ടിക്കളഞ്ഞാലും അത് കിളിർക്കും. വെറുതെ കിളിർക്കുകയല്ല, പുതിയ ശാഖകൾ വരാതിരിക്കുകയില്ല. വെട്ടിയ പാട്ടിൽ നിന്ന് ചുമ്മാ കൂണ് പോലെ എന്തെങ്കിലും ഒരു തളർപ്പ് വന്ന് ഒരു ജീവന്റെ ഒരു തുടിപ്പ് കാണിച്ചിട്ടങ്ങ് മരിച്ചു പോവുകയല്ല. വെട്ടിയാലും അത് വീണ്ടും കിളിർക്കുമെന്ന് മാത്രമല്ല, പുതിയ ശാഖകൾ, ഒരുപക്ഷെ പഴയതിനേക്കാൾ മികവുറ്റ ശക്തിയുള്ള ശാഖകൾ വരും. ഒരു വൃക്ഷത്തിന് ഇത് കഴിയുമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും മുദ്രയുമുള്ള നമുക്ക്, പാവപ്പെട്ട നമുക്ക്, കർത്താവിൻ്റെ കരുണയിൽ ഈ പുതുവർഷം എന്ത് തന്നെ സാധ്യമല്ല. അതുകൊണ്ട് വെറും ഒരു ആത്മശക്തിയല്ല, വെറും ഒരു ശുഭാപ്തി വിശ്വാസമല്ല, ദൈവത്തിൻ്റെ കരുണയുടെ കൈപിടിച്ച് ഈ വർഷം തെളിയിച്ചു കൊടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. പൂമരം മുറിച്ചാൽ, തായ്തണ്ട് പോലും മുറിഞ്ഞാൽ തളിരതിൽ വേഗം വരും, വീണ്ടും വരും. അത് ശാഖകളായി വിടരുന്നത് പോലെ കഴിഞ്ഞ 10, 15, 20 വർഷം നടക്കാതെ പോയത്, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള അഭിഷേകവും ശക്തിയും ഈ വചനത്താൽ നിങ്ങൾക്ക് നമ്മുടെ കർത്താവ് നൽകട്ടെ. ഏകരക്ഷകന്റെ നാമത്തിൻ്റെ ശക്തി ഈ പുതുവർഷം മുഴുവൻ ഒരു പരവതാനി പോലെ പടരട്ടെ. അത് കാണാൻ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവരട്ടെ. ആമേൻ.